ഇന്ന് ഒരുപാട് ആളുകൾ പല പല ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന ഇടമാണല്ലോ CSE പൊതുസേവന കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ മുതലായവ. ഇവിടെ കടന്നുവരുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്കിടയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, വേദനകൾ എന്നിവ അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെടുത്താറുണ്ട്. തിരക്കേറിയ ജോലിക്കിടയിലും ആളുകളുമായി ഒരു സ്നേഹബന്ധം അറിയാതെ ജീവനക്കാർക്കും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഹൃദയസ്പർശിയായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കഥ ഉടലെടുക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദന നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കട്ടെ. ആ കുട്ടാ, നമുക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമല്ലേ? അതെ അതെ. ഹെൽത്ത് കാർഡ് എന്തിനാണെന്ന് അറിയാലോ? അറിയാം. ആധാറും ആ മൊബൈലും തരും. ഇതിലുള്ള നമ്പർ തന്നെയല്ലേ ഫോണിലുള്ളത്? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതിലേക്ക് ഒരു OTP വരും കേട്ടോ, അത് പറഞ്ഞു തരണേ. ഓക്കെ, അയച്ചിട്ടുണ്ട്, നോക്കൂ. 20 45 70. ശരി, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു OTP കൂടി വരെ. ആ, അത് ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ. വന്നോ നോക്കിയേ. 30 20 42. ഓക്കെ, 30 20 42. ഓക്കെ, കൃഷ്ണകുമാർ. അതെ, ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ലാമിനേറ്റ് ചെയ്തിട്ട് കാർഡാക്കി തരാം കേട്ടോ. അവിടെ ഇരുന്നോളൂ. ആ, എന്താ മാഡം? പെൻഷന്റെ സ്കീമിനെ പറ്റി ഒന്ന് അറിയാൻ വന്നതാണ്. പെൻഷൻ്റെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. അത് എല്ലാ ആളുകൾക്കും ഇല്ല. മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ്, ആ കാർഡിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പം നിജപ്പെടുത്തിയിട്ടുള്ളത്. മാഡത്തിൻ്റെ ഏതാ കാർഡ്? പിങ്ക് ആണ് സാറേ. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒരു ഫോട്ടോ. സാർ, സുപ്രീം സേവന കേന്ദ്രമല്ലേ? അതായത് അത് സുപ്രീം സേവന കേന്ദ്രം തന്നെയാണ് കേട്ടോ. എന്തേ? ഇത് മറ്റേ ഉഷയിച്ച് പറഞ്ഞിട്ട് വന്നതാ, മറ്റേ ഹെൽത്ത് കാർഡിൻ്റെ. ആ, ഹെൽത്ത് കാർഡാ. ഉഷയിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽത്ത് കാർഡിൻ്റെ. ഒരു മിനിറ്റ് മോനെ. തന്ന രേഖകളൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ ചെയ്തു തരാം. ഇത് അവിടെ കൊടുത്തോളൂ കേട്ടോ. സൈമ, ഇതൊരു പെൻഷൻ്റെ കാര്യമാണേ. ഇതൊന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കണേ. ആ, വാടാ, അപ്പുറത്തോട്ട് വാ. വന്നിരിക്ക, ഇരിക്ക നീയേ. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന കാർഡാണ്. ഈ ആധാറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒരു OTP വരും കേട്ടോ, അത് പറയണം കേട്ടോ. അയ്യോ സാറേ, ഇതിൻ്റെ പുതിയ ഫോണാണ്. ഇതിൻ്റെ നമ്പർ എനിക്കറിയില്ല. ഫോൺ നോക്കാൻ അറിയില്ല? ഇല്ല. ശരി, ഞാൻ നമ്പർ നോക്കിക്കോളാം കേട്ടോ. ഈ നമ്പറിനല്ലേ ആധാറുള്ളത്? ആധാർ കാർഡിലുള്ളത് എൻ്റെ അമ്മയുടെ നമ്പറാണെന്ന് തോന്നുന്നു സാറേ. സാരില്ല, അമ്മയുടെ നമ്പറിലേക്ക് ഒരു OTP പോവും. അപ്പോൾ നീ അമ്മോട് പറഞ്ഞിട്ട് അതൊന്ന് പറഞ്ഞു തരണേ. വിളിച്ച എടുക്കുമെന്നാണ് സംശയം. അതെന്താ അമ്മ ഫോൺ എടുക്കാത്തെ? അതെന്താ അമ്മ ജോലിക്ക് പോയിരിക്കുക? ഇല്ല, അമ്മ വേറെ കല്യാണം കഴിച്ച് ആളപ്പാണ്. അത് ശരി. അപ്പോൾ നിനക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് ഒരു അച്ഛമ്മയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അച്ഛമ്മയെ നോക്കണം നിങ്ങളേനെ? ആ. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 70 വയസ്സായിട്ടുണ്ടോ? അപ്പം നിനക്ക് അച്ഛനില്ലേ? അച്ഛൻ മരിച്ചു. എങ്ങനെ? വണ്ടി ആക്സിഡന്റ്. അപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചേ. അതൊക്കെ പോട്ടറാ. നീ ഇപ്പം എത്രയല്ലേ പഠിക്കുന്നേ? സാർ, ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ജോലിക്ക് പോവാ. അത് ശരി. അപ്പം നിനക്ക് എത്ര വയസ്സായിടാ? 20. 20 വയസ്സായാ? നിന്നെ കണ്ടാ പറയില്ല കേട്ടോ. ഹോർമോണിന്റെ വളർച്ച കുറവാ സാറേ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അമ്മേനൊന്ന് വിളിച്ച് നോക്കിയാലോ? ഫോൺ കട്ടാക്കിയല്ലോടാ. അതല്ല സാറേ ഞാൻ പറഞ്ഞേ, എടുക്കില്ലാന്ന്. സാരല്ലടാ, നമുക്ക് ഒന്നുകൂടി വിളിക്കാം കേട്ടോ. ആ, എന്തേ? സാർ അത് ശരിയായിട്ടുണ്ട്. സന്തോഷം. ആ, ഇനി ഇത് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടു കൊടുക്കണം കേട്ടോ.
ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി അത് അതിൻ്റെ രീതിയിൽ നടക്കും കേട്ടോ. എന്തായാലും വന്നതിൽ സന്തോഷം. ഇനിയും വരണം കേട്ടോ. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. ഹലോ. ഹലോ. ഹലോ, ഞാൻ വടക്കാഞ്ചേരിയിലെ പൊതുസേവന കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടേ. അതെ, ആൾക്കൊരു ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ടിട്ടേ ചേച്ചിയുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അതൊന്ന് പറഞ്ഞു തരണേ. ഇല്ല, അത് പെട്ടെന്ന് തന്നെ തീരും. ഇപ്പം തന്നെ നയിക്കാം. ഒന്ന് പറയൂ ചേച്ചി, ഒരാവശ്യത്തിന്. ശരി ശരി ശരി, ഇത് അയച്ചുട്ടാ. അയച്ചുട്ടാ. 776655. ഓക്കെ. കട്ടിയില്ലേ. ഒരെണ്ണം കൂടിയും വരൂട്ടാ, ഒരു ആധാറിന്റെ. അതൊന്ന് പറഞ്ഞു തരണേ. ഇപ്പൊ തന്നെ അയക്കാം. അത് അയച്ചുട്ടാ. അയച്ചിട്ടുണ്ട് ചേച്ചി. ഒന്ന് പറയോ? വന്നില്ലാന്നോ? ഇപ്പൊ വരും. ഓക്കെ. 23, 24, 42 അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളുടെ മകന് എന്തോ വെച്ചുടാ. സാരില്ലടാ ട്ടാ, ഇതിപ്പോൾ റെഡിയാക്കി തരാം കേട്ടോ. ഓ ശരിയായിടാ, ഇതിപ്പോൾ ഓക്കെ ആക്കി തരാം കേട്ടോ. ഈ കാർഡേ ലാമിനേഷൻ ചെയ്തിട്ടേ ആക്കിത്തരാം. പെട്ടെന്ന് കിട്ടിയിട്ട് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. അത് ഉഷേശ്ശേരിയിൽ കൊടുത്തയക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മോൻ പൊക്കോ കേട്ടോ. ശരി. ജയേട്ടാ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. വത്സംബായി, ഈ കുടിക്കടത്തിന് ഇതൊന്നും എടുത്തു തന്നെ. എത്ര നേരമായി നിൽക്കണു? നമ്മൾ അപേക്ഷിച്ച കുടിക്കടത്തിൻ്റെ അല്ലേ? 4 കോപ്പി വേണം. ജയേട്ടാ തരാട്ടാ, ഒന്നിരിക്കണേ. ഒന്ന് വേഗം നോക്കൂ, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. എടാ അതെ, നമുക്ക് ഈ അമ്മയുടെ ഫോൺ നമ്പർ മാറ്റിയിട്ടേ നിന്റെ ഫോൺ നമ്പർ വെച്ചാലോ? അത് വേണ്ട സാറേ, ആ നമ്പർ അവിടെ ഇരുന്നോട്ടെ. അമ്മയുടെ സ്വരമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാലോ. ഓക്കേടാ. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലേ പറഞ്ഞാട്ടാ. ഓക്കെ. കുറേ സ്ഥാപനത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഇതുപോലെ ആരും പെരുമാറിയിട്ടില്ല സാറേ. ശരിടാ. ഹലോ. എൻ്റെ മോൻ പോയോ സാർ? അവനൊന്ന് ഫോൺ കൊടുക്കൂ. സുഖം മാത്രം തേടിയുള്ള യാത്രക്കിടയിൽ പെട്ടുപോകുന്ന ബാല്യങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി നോക്കുക എന്നത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമല്ലേ? മാതൃ-പിതൃ സ്നേഹം നിഷേധിക്കപ്പെടുന്ന ബാല്യങ്ങളിൽ സ്നേഹവാത്സല്യങ്ങൾ കൊതിക്കുന്ന മനസ്സും രൂപപ്പെടാറുണ്ട്. അത്തരം സ്നേഹങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് വളരെയേറെ വേദനാജനകമാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ലോകത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും.